അങ്ങനെ നമ്മുടെ ആകാശ് മേനോൻ കുട്ടിയുടെ മുഖത്ത് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് പോകുന്നുണ്ട്. സ്പ്രേ ഒക്കെ അടിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടിക്കാണ് ഒട്ടും ബോധം വരുന്നില്ല, അനങ്ങാതെ കിടക്കുന്നുണ്ട്. മഞ്ജിമയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തായാലും മഞ്ജിമ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർമാരോട് പറയുന്നുണ്ട്, ഇത് ഇഷിത കുഞ്ഞാണ്, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ, അവൾക്ക് കുട്ടിക്ക് അനക്കമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഡോക്ടർമാർ വേഗം ICUലേക്ക് കയറ്റുന്നുണ്ട് സിസ്റ്റർമാർ. എന്നിട്ട് വേഗം ഇഷിതനെ വിളിക്കുന്നുണ്ട്. ഇഷിതയും മഹേഷും ഓടി വരുന്നുണ്ട്. ഇഷിത വേഗം കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് നമ്മുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ കുട്ടീനെ കാട്ടുക, ഞങ്ങളുടെ കുട്ടീനെ എന്താ കാണിക്കാൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് നമ്മുടെ ചിപ്പി പറയണ്ട, നിങ്ങൾ ഞങ്ങളുടെ കുട്ടീനെ കൊല്ലാൻ നോക്കിയില്ലേ, നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും മഞ്ജിമ്മ കയറി അടിക്കാനൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ മഹേഷ് ആണെങ്കിൽ ഇഷിതനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നീ വിഷമിക്കാതിരിക്കും, നിൻ്റെ കുഞ്ഞിനെ ആരെ കൊണ്ട് അകറ്റാൻ പറ്റില്ല, അവൾക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇഷിതയെ സമാധാനിപ്പിക്കേണ്ടത്. എന്തായാലും ഇഷിത ആണെങ്കിൽ നല്ല ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നുണ്ട്. ഇഷിതയ്ക്കാണെങ്കിൽ ആകെ കയ്യും കാലൊക്കെ വറക്കുന്നുണ്ട്. എന്തായാലും മഹേഷ് പുറത്തെത്തിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ കുട്ടീനെ പാറ്റടിയും പല്ലിടിയും വില കൂടി കൽപ്പിച്ചില്ല, നിങ്ങൾ എൻ്റെ കുട്ടീനെ നോക്കാതെ എന്താ കാട്ടിയിട്ടുണ്ടായിരുന്നു, അതിനെന്തെങ്കിലും സ്പ്രേ അടിച്ച് കളിച്ചതാണോ എന്നൊക്കെ പറയണ്ടേ. എന്തായാലും മഞ്ജിമ പറയണ്ട, അവളെ കയ്യിൽ നിന്ന് അറിയാതെ സ്പ്രേ അടിച്ചതാണെന്നാണ്. എന്തായാലും മഹേഷിന് ദേഷ്യം വന്നിട്ട് നമ്മുടെ മഞ്ജിമയെ അടിക്കാനൊക്കെ പോകുന്നുണ്ട്. ആൾക്കാരൊക്കെ തടയുന്നുണ്ട്. നമ്മുടെ ആദ്യം ചിപ്പിയൊക്കെ തടയുന്നുണ്ട്, അച്ഛനെ തടയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.